എക്സസീവായിട്ട് എക്സസൈസ് ചെയ്താലും ബോഡി അതിൽ നിന്ന് എക്സ്പെൻഡ് ചെയ്യുന്ന കാലറി കുറവാണ്. എന്തിനൊക്കെ വേണ്ടി കാലറി ബോഡി ഉപയോഗിക്കും എന്നൊരു കണക്കുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് റെസ്റ്റിംഗ് മെറ്റബോളിസം ആണ്. ചുമ്മാതെ ഇരിക്കുക. കൂടുതൽ ഉറങ്ങാൻ പറയുന്നതിന്റെ റീസൺ 60% ബോഡി നമ്മുടെ കലോറി ഉപയോഗിക്കുന്നത് നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴാണ്. കാരണം ബോഡിയുടെ ബേസിക് ഫംഗ്ഷൻസിന് വേണ്ടി. അതിനെയാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരാളുടെ BMR എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ആ BMR എടുക്കുന്നതിന്റെ റീസൺ തന്നെ അയാളുടെ ബോഡി എത്ര എഫിഷ്യന്റ് ആയിട്ട് അയാൾ കഴിക്കുന്നത് റെസ്റ്റിംഗ് പീരീഡിൽ ഉപയോഗിക്കുന്നു. അത് കുറവാണെങ്കിൽ അതിനർത്ഥം അവൻ ആവശ്യത്തിന് റെസ്റ്റ് ചെയ്യുന്നില്ല. എൻറ്റയർ റിപ്പയർ മെക്കാനിസം സെല്ലുലാർ ലെവലിൽ സംഭവിക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. റിക്കവറി നടക്കുന്ന ടൈം. ആ റിക്കവറിക്ക് വേണ്ടി നമ്മൾ ബോഡിയെ പര്യാപ്തമാക്കുമ്പോൾ 60% നമ്മൾ കഴിക്കുന്ന കാലറി അതിനു വേണ്ടി ഉപയോഗിക്കപ്പെടും. ഇപ്പൊ നമ്മൾ ഉറങ്ങാതിരുന്നാൽ എന്ത് സംഭവിക്കും? അത്രയും എക്സ്പെൻഡിച്ചർ അവിടെ കുറയും. പിന്നെ വരുന്നത് തെർമിക് ഇഫക്റ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാൻ വേണ്ടി ശരീരം ഉപയോഗിക്കുന്ന കാലറി അതൊരു 15% എക്സ്ട്രാ ഉണ്ടാവുന്ന കുട്ടിക്ക് 15 to 20% ഉണ്ട്. ബേസൽ മെറ്റബോളിക് റേറ്റിനകത്ത് വരുന്ന എക്സ്പെൻഡിച്ചറിൽ ബോഡി ടെമ്പറേച്ചർ റീഅഡ്ജസ്റ്റ്മെന്റ്സിലൊക്കെ ഉള്ള കാലറി വരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ വോളണ്ടറി ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് വരുമ്പോൾ അതിന് ഉപയോഗിക്കുന്നത് ഒരു 15 മുതൽ 20% വരെ. അപ്പൊ നമ്മൾ എത്ര എക്സസീവ് ആയിട്ട് വർക്കൗട്ട് ചെയ്താലും അത് ലിമിറ്റ് ചെയ്യും. അത്രേ അത് ബോഡി ഉപയോഗിക്കുകയുള്ളൂ. ഇതിനേക്കാളൊക്കെ വർക്കൗട്ടിനേക്കാളും ഒക്കെ നമുക്ക് വേണ്ടത് ഉറക്കമാണ്, റെസ്റ്റാണ്. ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യാറുണ്ട്. നമുക്ക് കൺസൾട്ടേഷന് വരുന്ന പേഷ്യൻസിനോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ വർക്കൗട്ട് ചെയ്തോ. ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്സ് ഉണ്ട്. 3 മണിക്കൂറും 4 മണിക്കൂറും ഉറങ്ങിയിട്ട് വർക്കൗട്ടിന് പോകുന്ന ആൾക്കാർ വെരി ഡേഞ്ചറസ്.